ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ എല്ലാം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. പവർ ടീമിൻ്റെ പവർ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. അത് നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള പല താരങ്ങളും അതിനകത്ത് എങ്ങനെ പവർ ടീമിൽ കയറി കടിച്ചു തൂങ്ങിക്കുന്നത്. ശരണ്യ 4 പ്രാവശ്യം പവർ ടീമിൽ കയറുന്നത്, റസ്മിൻ 4 പ്രാവശ്യം പവർ ടീമിൽ കയറുന്നത്, ശ്രീലേഖ 4 പ്രാവശ്യമാണ് പവർ ടീമിൽ കയറുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടസ്റ്റൻസൊക്കെ നേരത്തെ പോകേണ്ടവരായിരുന്നു. അവർക്കൊക്കെ ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെല്ലാനോ അവരുടെ പൾസ് മനസ്സിലാക്കി കളിക്കാനോ അറിയുന്നില്ല. അവരൊക്കെ വെറുതെ അവിടെ നിന്ന് കുറച്ച് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം ഇപ്പം അത് മാറി. ഇനിയാണ് കളി വരുന്നത്. ഇനി പുതിയ വേറെ ലെവലായിരിക്കും. പവർ ടീമിലെ അർഹതയുള്ള ആളുകൾ ജയിക്കട്ടെ, അവർക്ക് ട്രോഫി നടക്കട്ടെ. ഇത് മിക്കവരും അർഹതപ്പെട്ടവരെല്ലാം എലിമിനേഷനിൽ വരും. ബാക്കി അർഹതപ്പെടാത്തവരെല്ലാം ഈ പവർ ടീമിലും കയറി കഴിഞ്ഞ് പിന്നെ അവർ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതങ്ങോട്ട് മാറി. എന്താണെങ്കിലും ആർക്കാണോ മികച്ച മത്സരാർത്ഥി അവർക്ക് ട്രോഫി കൊണ്ടോട്ടെ, അവർക്ക് വേണം കിട്ടാൻ. അപ്പം പ്രേക്ഷകരുടെ എല്ലാം അഭ്യർത്ഥന ബിഗ് ബോസ് നിറവേറ്റിയിരിക്കുകയാണ്. ഇനി കളി വേറെ ലെവലാവും. ഇനിയിപ്പം ക്യാപ്റ്റന് മാത്രമേ ഉള്ളൂ അവിടെ പ്രധാന സ്ഥാനമുള്ളൂ. ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ എലിമിനേഷൻ വരാതെ ഉള്ളൂ. പിന്നെ ഈ 10ാമത്തെ എപ്പിസോഡിൽ സായിയുടെയെല്ലാം കല്ലുള്ളതുകൊണ്ട് സായിയും വരുന്നില്ല. ബാക്കി എല്ലാവർക്കും ആരൊക്കെ നോമിനേറ്റ് ആണോ അവർക്കൊക്കെ വോട്ട് കിട്ടുകയാണെന്നവരെല്ലാം അവിടെ നിൽക്കട്ടെ. പ്രേക്ഷകരുടെ പിന്തുണ ഉള്ള മത്സരാർത്ഥികൾ മിക്കവരും എലിമിനേറ്റഡ് ആവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പവർ ടീമിൽ കയറി പല ആളുകളും കയറി ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം നല്ലപോലെ കളിക്കുന്ന ആളുകളെല്ലാം ഔട്ടാണ്. അതിനൊരു ഉദാഹരണമാണ് ഗബ്രിക്ക് പുറത്ത് ഒരുപാട് നെഗറ്റീവാണ്. പക്ഷേ പവർ ടീമിൽ ഒക്കെ കയറി ഇരുന്നാൽ ഗബ്രിന് രക്ഷപ്പെടും. അപ്പം ഒരുപാട് വെച്ചാൽ നല്ല ഇതായിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗബ്രി പോയത്. അല്ല, ഗബ്രി പോകത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി കാണും ഇത് പവർ ടീമിൻ്റെ പവർ എടുത്ത് കളയാം എന്ന്. അത് നല്ല കാര്യമാണ്, പക്ഷേ എല്ലാം ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.